പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ. അപ്പൊ കിട്ടും ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ്, സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ്, ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും. കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയാണ് തീരുമാനിക്കല്ല, ഗവൺമെന്റ് അല്ലല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? കഴിഞ്ഞ ദിവസേ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റ് വന്നപ്പോ അതിനകത്ത് കേരളത്തോട് കടുത്ത അവഗണന കാണിച്ചു. കേരളം ന്യായമായ ചില ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് വിഴിഞ്ഞം പദ്ധതിയുടെ വികസനത്തിന് വേണ്ടി 5000 കോടി രൂപ, വയനാടിന്റെ പുനരധിവാസ പാക്കേജിന് വേണ്ടി 2000 കോടി രൂപ, ഇങ്ങനെ വളരെ അനിവാര്യമായ, അത്യാവശ്യമായ, ന്യായമായ ആവശ്യങ്ങളായിരുന്നു കേരളം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അത് പരിഗണിക്കാതെ കേരളത്തോട് കടുത്ത അവഗണനയാണ് കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചത്. തീർച്ചയായിട്ടും രാഷ്ട്രീയമായ പകപോക്കലാണ് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് BJP രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തോട് ഈ അവഗണന അവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മുൻ ബജറ്റുകളിലും സ്ഥിതി മറിച്ചായിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ എന്തോ മലമറിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മന്ത്രിയായി പോയ സുരേഷ് ഗോപി ചേട്ടൻ ഇപ്പൊ എവിടെയാണ് എന്ന് പോലും ആർക്കും അറിയില്ല. ഇനി പുള്ളി പറഞ്ഞ പോലെ സിനിമ അഭിനയിക്കാൻ വേണ്ടി വേറെ എവിടെയെങ്കിലും പോയോ എന്നും അറിയില്ല. എന്തായാലും ഒരു മിണ്ടാട്ടവും കാണുന്നില്ല. പക്ഷേ പിൻവാതിലിലൂടെ മന്ത്രിയായ ജോർജ് കുര്യന്റെ അഭിപ്രായമാണ് നിങ്ങൾ ഈ കേട്ടത്. ഈ ചാണകം ചാരിയാലേ പിന്നെ അതന്നെയാകും എന്നുള്ളതാണ്. BJPയിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ ബോധം നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇങ്ങനെ ഈ പറഞ്ഞതിൽ 2 കാര്യമുണ്ട് കേട്ടോ. ഒന്ന്, കേരളം മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും മികച്ചതാണ് എന്ന് ഇയാൾ സമ്മതിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടങ്ങളിൽ എന്താണ് BJPക്കാർ പറയാറ്? കേരളത്തിൽ നല്ല റോഡില്ല, കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, കേരളത്തിൽ വികസനമില്ല. ഇതാണ് ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ BJP പറയാ. പക്ഷേ ബജറ്റ് വന്നപ്പോ പറയുന്നതോ കേരളം ഏറ്റവും മികച്ചതാണ്, ഇവിടെ വിദ്യാഭ്യാസമുണ്ട്, ഇവിടെ റോഡുണ്ട്, ഇവിടെ എല്ലാ സംവിധാനവും ഉണ്ട്, ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാലേ കിട്ടൂ. ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന പൈസ ഉണ്ടല്ലോ, ഒരു രാജ്യം ഒറ്റ നികുതി എന്ന് പറഞ്ഞുകൊണ്ട് GST നടപ്പിലാക്കിക്കൊണ്ട് ഇവിടുത്തെ മനുഷ്യരുടെയും നികുതിപ്പണം വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ടല്ലോ, അതിൽ നിന്ന് അർഹതപ്പെട്ടതെങ്കിലും അവകാശപ്പെട്ടതെങ്കിലും തരാൻ തയ്യാറാവണം എന്നതാണ്. അതുപോലും തരാൻ തയ്യാറാവുന്നില്ല. ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ട് ബീഹാറിനും ഗുജറാത്തിനും, ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ. ഈ സംസ്ഥാനങ്ങളൊക്കെ ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസും BJPയും ഒക്കെ തന്നെയല്ലേ. ആ നാട്ടിൽ വികസനം ഇല്ലാതെ പോയതിന് ആരാണ് ഉത്തരവാദി? മലയാളികളാണോ, കേരളീയരാണോ? എന്നിട്ടൊരു ഉളുപ്പില്ലാണ്ട് പറയാണ്. എന്തായാലും ഒരു കാര്യം ഇയാൾ സമ്മതിച്ചല്ലോ, കേരളം അടിപൊളിയാണ്. രണ്ടാമത്തെ കാര്യം, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ മോശമാണ്. ഈ 2 കാര്യവും ജോർജ് കുര്യൻ തന്നെ സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിൽ കടുത്ത അവഗണന കേരളത്തോട് കാണിക്കുന്ന ഒരു സ്ഥിതിയിൽ ഈ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളുടെ സമീപനം എന്താണ്? കഴിഞ്ഞ ദിവസം സഖാവ് M സ്വരാജ് തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്: കേരളത്തെ ഇന്ത്യക്ക് വെളിയിൽ നിർത്തിയ ദിവസം മലയാളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചു. എങ്ങനെയാ പ്രതികരിച്ചത്? മനോരമ ന്യൂസിന്റെ വാർത്ത: മധുബനി ആർട്ട്, സാരിയിൽ തിളങ്ങി നിർമ്മല സീതാരാമൻ. മാതൃഭൂമിയുടേത്: മധുബനി ഡിസൈനിലെ മനോഹാരിത, ധനമന്ത്രി ധരിച്ചത് പത്മശ്രീ ദുലാരി ദേവി സമ്മാനിച്ച സാരി. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്ത: സാരി തയ്യാറാക്കിയത് പത്മശ്രീ ജേതാവ് ദുലാരി ദേവി. മാധ്യമത്തിന്റെ വാർത്ത: 8 ബജറ്റുകൾ 8 സാരികൾ. നിർമ്മല സീതാരാമൻ ധരിച്ചത് മംഗൾഗിരി സാരി മുതൽ മധുബനി വരെ. നോക്കൂ നിങ്ങൾ, സഖാവ് M സ്വരാജ് പറഞ്ഞത് എത്ര കൃത്യമാണ്. കേരളത്തെ ഇന്ത്യക്ക് വെളിയിൽ നിർത്തിയ ദിവസം, കേരളത്തിന് അർഹതപ്പെട്ടത് പോലും തരാതെ കേരളത്തെ അവഗണിച്ച ദിവസം, കേരളം ഇന്ത്യയിലല്ലെന്ന് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി അവർ പ്രഖ്യാപിക്കുന്ന ദിവസം,
കടുത്ത അനീതി, കടുത്ത അവഗണന നമ്മോട് കാണിച്ച ദിവസം മലയാളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ എഴുതിയത് നിർമ്മല സീതാരാമൻ ധരിച്ച സാരികളെ കുറിച്ചായിരുന്നു എന്നുള്ളതാണ്. ആലോചിക്കുക നിങ്ങൾ. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഈ ബജറ്റിനകത്ത് വലിയ പദ്ധതിയായി വമ്പൻ പ്രഖ്യാപനമായി ഇവർ ഈ സ്കൂളുകളെ, ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളുകളെ ഡിജിറ്റലൈസ് ചെയ്യുന്നതും അവർക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നതും സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടാക്കുന്നതും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, 9 കൊല്ലം മുമ്പ് ഈ കേരളം നടപ്പിലാക്കിയ പദ്ധതിയാണത്. ജോർജ് കുര്യൻ പറഞ്ഞത് കറക്റ്റാണ്. കേരളം തന്നെയാണ് ഇന്ത്യയിൽ ഒന്നാമത്. പക്ഷേ ഈ നാട്ടിലെ മനുഷ്യരുടെ കയ്യിൽ നിന്ന് വാങ്ങിപ്പോകുന്ന നികുതി പണത്തിന്റെ അർഹതപ്പെട്ട വിഹിതമെങ്കിലും ഈ വയനാട് പുനരധിവാസ പാക്കേജിനെങ്കിലും തരണ്ടേ? വിഴിഞ്ഞം പദ്ധതിയുടെ വികസനത്തിന് തരണ്ടേ? അത് ഇന്ത്യക്കാകെ വലിയ നേട്ടമുണ്ടാകുന്ന ഒരു പദ്ധതിയല്ലേ വിഴിഞ്ഞം പദ്ധതി? വയനാടിന്റെ പുനരധിവാസം മാറ്റി നിർത്താൻ പറ്റുന്ന ഒന്നാണോ? നോക്കൂ, നരേന്ദ്രമോദി അടക്കം നേരിട്ട് ഈ ദുരന്തമുഖത്ത് വന്നില്ലേ, സന്ദർശിച്ചില്ലേ? 500ഓളം വരുന്ന മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞുപോയ ആ ദുരന്തമുഖത്ത് വന്ന് കണ്ണീരൊഴുക്കിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടുത്തെ അനുഭവങ്ങളൊക്കെ കണ്ടതല്ലേ? എന്നിട്ട് ആ വയനാട് പുനരധിവാസ പാക്കേജിന് വല്ലതും കിട്ടിയോ? ഇല്ല. ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളം 9 കൊല്ലം മുമ്പ് നടപ്പിലാക്കിയ പദ്ധതികളാണ് ഇന്ന് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? ബജറ്റിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളിൽ ഇന്റർനെറ്റ് സൗകര്യം, നമ്മുടെ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളും 90% സ്കൂളുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളുള്ള, അതുപോലെ തന്നെ ലാപ്ടോപ്പ് സൗകര്യമുള്ള, പ്രൊജക്ടറുകളുള്ള, കുട്ടികൾക്ക് ഏറ്റവും അത്യാധുനിക നിലവാരത്തിൽ പഠിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഒരുക്കിയ സ്കൂളുകളായി മാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോ കേരളം നേരത്തെ ചെയ്തു കഴിഞ്ഞത് ഇപ്പോ ചിന്തിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. എന്തായാലും ആളുകളെ പറ്റിക്കാൻ, ഈ നാട്ടിലെ മനുഷ്യരെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളി നീക്കിയ ഈ മോദി ഭരണകൂടം വീണ്ടും ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളുടെ തലക്കടിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ബജറ്റിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. എന്തായാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ജോർജ് കുര്യൻ പറഞ്ഞത് കേട്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കേരളത്തിൽ ഒന്നുമില്ല, റോഡില്ല, വികസനമില്ല, കേരളത്തിൽ വിദ്യാഭ്യാസമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തുന്ന ആളുകൾ ബജറ്റ് വന്നപ്പോൾ പറയുന്നതോ കേരളം നമ്പർ 1 ആണ്, അതുകൊണ്ട് ഇതൊന്നും ഇല്ലാത്ത സംസ്ഥാനങ്ങൾക്കാണ് കൊടുക്കാൻ തീരുമാനിച്ചതെന്നാണ്. അല്ലെങ്കിലും ഈ BJP-ക്കാരെ കൊണ്ട് ഇടതുവിരുദ്ധർ എന്നല്ല അവരെ പറയേണ്ടത്. അവർ കേവലം ഇടതുവിരുദ്ധരല്ല, കേരള വിരുദ്ധർ തന്നെയാണ്. തങ്ങൾക്ക് ഒരു കാലത്തും അധികാരത്തിലെത്താൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളൊരു നാടിനെ ഏത് വിധേനയും അങ്ങ് തകർത്തു കളയാം, അതാണ് അവരുടെ ചിന്ത എന്ന് പറയുന്നത്. മുമ്പ് ഒരു കേന്ദ്ര സഹവാഴി ഉണ്ടായിരുന്നല്ലോ, നമ്മളെ മുരളി സാറ്. എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമുക്കറിയാം. അദ്ദേഹം ആകെ നൽകിയ പെർഫോമൻസ് പെട്രോൾ വില എങ്ങനെയാണ് വർദ്ധിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള പുതിയൊരു സിദ്ധാന്തമാണ്. പിന്നെ തൃശ്ശൂരുകാർക്ക് പറ്റിയൊരു പറ്റ് സുരേഷ് ഗോപി. എന്താണ് അങ്ങേര് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും ഒരു നേട്ടം ഈ നാടിന് മന്ത്രിയായിട്ട് ഇയാൾക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞോ? അറ്റ്ലീസ്റ്റ് വയനാടിനെങ്കിലും ഒരു 10 രൂപ വാങ്ങിത്തരാൻ കഴിഞ്ഞു. നോക്കൂ നിങ്ങൾ, ഇപ്പൊ ജോർജ് കുര്യൻ. പക്ഷെ സത്യം പറഞ്ഞത് അതപ്പം ഉണ്ടായത്. എന്തായാലും കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണനക്കെതിരായി ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.